നമസ്കാരം ഫ്രണ്ട്സ്. അപ്പം ഈ കാണുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു വീടാണ് നമുക്കിന്ന് സെയിലിൽ വന്നിട്ടുള്ളത്. അപ്പോൾ കാണുന്ന പോലെ തന്നെ നമുക്കൊരു ഒറ്റ നില വീടാണ്. ഇപ്പോൾ ഒറ്റ നില വീട് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസൊക്കെ നമുക്ക് നോക്കാം. 8.5 സെൻറ്റിലാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. 8.5 സെൻറ്റിൽ എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടതിൽ ആദ്യമായിട്ടാണ് ഈ ഒറ്റ നിലയിൽ 4 ബെഡ്റൂം വരെ നമുക്ക് വന്നിട്ടുള്ള ഒരു വീടാണ്. 4 BHK ആണ് ഒറ്റ നില വീട്. നമുക്ക് കുഴപ്പമില്ലാത്ത മാന്യമായിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടും കൂടെയാണ് ഇത്. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് ഫ്രണ്ടേജ് വരുന്നത്. അപ്പോൾ അതിനെ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. 8.5 സെൻറ്റ് ലാൻഡിൽ 1400 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ പണി കഴിപ്പിച്ച നല്ല മനോഹരമായൊരു സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു 3-4 കാർ വരെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് ഫുള്ളായിട്ട് വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഈ ഒരു വ്യൂ ആണ് നമുക്ക് ഗേറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് എൻട്രൻസ് നോക്കുമ്പോഴത്തേക്കും വരുന്നത്. അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള ഒരു എൻട്രൻസും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് വീടെല്ലാം പണി കഴിപ്പിച്ചിട്ടുള്ളത്. സൈഡിലായിട്ടൊക്കെ തന്നെ നമുക്ക് നല്ല ഗാർഡൻ പ്രൊവിഷനും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് 3 സൈഡ് നമുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുമ്പോഴത്തേക്കും തിരുവനന്തപുരം ജില്ലയിൽ പിടാരം എന്നുള്ള സ്ഥലത്താണ് നമുക്ക് വരുന്നത്. തച്ചോട്ടാവിന് സമീപം പിടാരം എന്നുള്ള സ്ഥലത്താണ്. പിടാരം നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ബസ് റൂട്ടിൽ നിന്ന് 400 മീറ്റർ മാത്രം മാറി നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ വരുന്ന ഒരു അടിപൊളി ഒരു വീടാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നമുക്ക് നല്ല സ്പേസും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൂടെ നമുക്ക് ബാക്കിലോട്ട് പോകാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അവിടെയാണ് നമുക്ക് പൈപ്പ് കണക്ഷനും അതുപോലെ തന്നെ കിണറും, വീടിന് കിണറും പൈപ്പ് കണക്ഷന് കൊടുത്തിട്ടുള്ളത്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് 10 കിലോമീറ്ററും ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 13 കിലോമീറ്റർ മാത്രമാണ് ഇതിൻ്റെ ദൂരം വരുന്നത്. അത്യാവശ്യം നമുക്ക് തൊട്ടടുത്തായിട്ട് വേറെ വീടുകളൊക്കെ നമുക്ക് പണി തീർത്ത് അവിടെ ആൾതാമസവും കാര്യങ്ങളുള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ വരുന്നത്. എലിവേഷൻ നമുക്ക് കുറച്ചുകൂടെ മനോഹരമാക്കുവാനായിട്ട് നമുക്ക് സ്പോട്ട് ലൈറ്റും കാര്യങ്ങൾ നൽകിക്കൊണ്ട് തന്നെയാണ് ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസോടെ നമുക്ക് കിടക്കാം. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ സിറ്റൗട്ട്. സിറ്റൗട്ടിൽ റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് സിറ്റൗട്ട് വന്നിട്ടുള്ളത്. 12x6 ആണ് നമുക്ക് സിറ്റൗട്ടിൻ്റെ ഡൈമെൻഷൻ. വെരിഫൈഡ് ടൈൽസ് തന്നെയാണ് നമുക്ക് താഴെ ടൈൽസ് യൂസ് ചെയ്തിട്ടുള്ളത്. ചുമറിലായിട്ട് തന്നെ നമുക്ക് റെഡ് വെട്ടുകല്ല് വരുന്ന ഡിസൈൻ വരുന്ന ടൈലും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോൾ സീലിങ്ങിലായിട്ട് നമുക്ക് സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോറ്. ഫ്രണ്ട് ഡോറ് മുഴുവൻ നമുക്ക് പ്ലാവിൻ തടിയിലാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് മനോഹരമായി സിമ്പിളായിട്ടുള്ളൊരു വർക്കും കാര്യങ്ങൾ നൽകിക്കൊണ്ട് നമുക്ക് സ്റ്റാൻഡേർഡ് രീതിയിലുള്ളൊരു ഫ്രണ്ട് ഡോറ് ആണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അത് നമുക്ക് പ്ലാവിൻ തടിയിലാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു സിറ്റൗട്ട് കയറി അകത്തോട്ട് പോവാം. വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് നൽകി കൊടുക്കുന്നതാണ്. അപ്പോൾ സിറ്റൗട്ട് കഴിഞ്ഞ് നമുക്ക് ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്കും നല്ല വിശാലമേറിയൊരു ഹാളാണ് നൽകിയിട്ടുള്ളത്. 20x12 ഡൈമെൻഷൻ വരുന്ന നല്ല വെരിഫൈഡ് ടൈൽസൊക്കെ ഫ്ലോറിംഗ് ആയിട്ട് യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീട്. ഇത് നമുക്ക് ഈ കാണുന്ന ഒരു പാർട്ടീഷനാണ്. ഈ ഭാഗത്ത് നമുക്ക് ചുമരിലൊക്കെ നമുക്കൊരു ആർട്ട് വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് തന്നെ നമുക്ക് TV യൂണിറ്റ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. TV യൂണിറ്റും പ്ലസ് നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് ഷോക്കേസ് മോഡലാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു ഇങ്ങനെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു വ്യൂ ആണ് നമുക്ക് വരുന്നത്. അത്യാവശ്യം നല്ല നീളമുള്ള ഒരു ഹാൾ തന്നെയാണ്. 20x12 ഡൈമെൻഷൻ നമുക്ക് വരുന്നത്. ഫോൾ സീലിങ്ങിലൊക്കെ തന്നെ നമുക്ക് സ്പോട്ട് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. ആദ്യം കയറി വന്നപ്പോൾ കണ്ടതുപോലെ തന്നെ ഒരു പാർട്ടീഷൻ ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. അത് നമുക്ക് ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടീഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പാർട്ടീഷനിലായിട്ട് തന്നെ നമുക്ക് വുഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്താണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. കോൺക്രീറ്റ് ഷെൽഫ് ഉൾപ്പെടെയാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അതിനകത്ത് തന്നെ സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഈ പാർട്ടീഷൻ കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇവിടെ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും ഡൈനിങ് ഏരിയ നമുക്ക് വന്നിട്ടുണ്ട്. 18x12 ഡൈനിങ് ഏരിയയുടെ ഡൈമെൻഷൻ വരുന്നത്. ഫ്രണ്ടിൽ കണ്ട ലിവിങ് ഏരിയയിൽ കണ്ടുവന്നതുപോലെ തന്നെയുള്ള പ്രീമിയം രീതിയിലുള്ള ഒരു വെരിഫൈഡ് ടൈൽസ് തന്നെയാണ് ഈ ഒരു ഭാഗത്തും യൂസ് ചെയ്തിട്ടുള്ളത്. ചുമരിലായിട്ട് തന്നെ നമുക്ക് ടെക്സ്ചർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്.
ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടച്ച് സ്ക്രീൻ വരുന്ന സെൻസർ ലൈറ്റുള്ള ഒരു മിററാണ് വാഷ് കൗണ്ടർ ഏരിയയുടെ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഡൈനിങ് ഏരിയ ചെയ്തിട്ടുള്ളത്. 18x12 ഡൈനിങ് ഏരിയ ഡയമെൻഷൻ. ഇവിടെ നമുക്ക് ഫോൾ സീലിംഗ് വർക്കിലൊക്കെ തന്നെ നമുക്ക് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നേരെ ഡൈനിങ് ഏരിയയോട് ചേർന്ന് ഓപ്പോസിറ്റ് രീതിയിൽ കിടക്കുന്ന കിച്ചണിലോട്ടാണ് നമ്മൾ പോകുന്നത്. കിച്ചണൊക്കെ തന്നെ നല്ല മനോഹരമായൊരു രീതിയിൽ തന്നെയാണ് പണി കഴിപ്പിച്ച് തീർത്തിട്ടുള്ളത്. 12x10 നമുക്ക് കിച്ചൻ്റെ ഡയമെൻഷൻ വരുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ മാറ്റ് ഫിനിഷ് വരുന്ന വുഡൻ ടൈൽസ് പാറ്റേൺ വരുന്ന ടൈൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് കിച്ചണെല്ലാം കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല വുഡ് വർക്കിൻ്റെ ഫിനിഷ് വരുന്ന നല്ല മനോഹരമായൊരു ബോർഡ് കാര്യങ്ങൾ യൂസ് ചെയ്താണ് ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസിലെല്ലാം ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ചെറിയ പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസും അതുപോലെ തന്നെ കോക്കറി ഷെൽഫ് ഉൾപ്പെടെ നമുക്ക് ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് നൽകിക്കൊണ്ടാണ് അത് നമുക്ക് ഈ ഒരു കിച്ചണിൽ വർക്ക് ഏരിയയും കിച്ചണും പാർട്ടീഷനായിട്ടാണ് അത് ചെയ്തേക്കുന്നത്. ഇതിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് വർക്ക് ഏരിയ വരുന്നത്. 14x4 വർക്ക് ഏരിയ ഡയമെൻഷൻ. ഇവിടെ നമുക്ക് അടുപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു സിങ്ക് അവൈലബിൾ ആണ്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് വുഡൻ പാറ്റേൺ വരുന്ന ടൈൽസും കാര്യങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മോഡേൺ രീതിയിലുള്ള ഒരു കിച്ചൺ വർക്ക് തന്നെയാണ് ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വീട് ഒറ്റനില വീടാണ്. ഒറ്റനില വീടിൽ ആദ്യമായാണ് 4 ബെഡ്റൂം ഉൾപ്പെടെ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു വീട് ഞാൻ കണ്ടത്. വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള 4 ബെഡ്റൂം വരുന്ന ഒരു വീടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. നമുക്ക് വീടിനകത്തോട്ട് ലിവിങ് ഏരിയയിൽ കയറി വരുന്നതിൻ്റെ ആ ഒരു സൈഡിലായിട്ട് തന്നെയാണ് ഫസ്റ്റ് ബെഡ്റൂം നമുക്ക് വരുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം. 12x12 റൂമിൻ്റെ ഡയമെൻഷൻ. വെരിഫൈഡ് ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ടെക്സ്ചർ വർക്ക് ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വാർഡ്രോബ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് റൂമെല്ലാം ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം. നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. വാൾ ടൈലൊക്കെ തന്നെ നമുക്ക് ചെയ്തിട്ടുണ്ട്. ഹീറ്റർ പ്രൊവിഷൻസ് എല്ലാം ചെയ്താണ് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. നമുക്ക് നേരെ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് കാണാൻ പോകുന്നത്. ഈ കാണുന്ന രണ്ടാമത്തെ ബെഡ്റൂം 12x10 റൂമിൻ്റെ ഡയമെൻഷൻ. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു ടെക്സ്ചർ വർക്ക് വരുന്ന വോൾ ആർട്ട് കാര്യങ്ങളെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. നമുക്ക് വാൾ ചുമരിലൊക്കെ തന്നെ നമുക്ക് ടൈൽസൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി പ്രോഡക്ട്സിനാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് ചെയ്താണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം. 12x12 റൂമിൻ്റെ ഡയമെൻഷൻ വരുന്നത്. ടെക്സ്ചർ വർക്ക് വരുന്ന ഒരു വാൾ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. വാർഡ്രോബ്സ് എല്ലാം നൽകിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു റൂം നമുക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് റൂമെല്ലാം ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം. ഇവിടെ നമുക്ക് പ്രോഡക്ട്സ് എല്ലാം തന്നെ ക്വാളിറ്റിയുള്ള ഫിറ്റിങ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഹീറ്റർ പ്രൊവിഷൻസ് എല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വോൾട്ടയിലും നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ വീടിൻ്റെ ലാസ്റ്റ്
റൂമാണ് കാണാൻ പോകുന്നത്. അതായത് 4ാമത്തെ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂം. 12x10 റൂമിൻ്റെ ഡയമെൻഷൻ. വെരിഫൈഡ് ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഫ്ലോറിനായിട്ട്. ടെക്സ്ചർ വർക്ക് വരുന്ന ഒരു വാൾ ആർട്ടും ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. ഒരു വാർഡ്രോബ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വ്യൂ ആണ് നമുക്ക് റൂമിൻ്റെ വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള റൂം തന്നെയാണ് നമുക്ക് ചെയ്തേക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബാത്റൂം എല്ലാം ചെയ്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റി പ്രോഡക്ട്സിലാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. ഹീറ്റർ പ്രൊവിഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. വാൾ ടൈലും കാര്യങ്ങളും യൂസ് ചെയ്താണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വീട് നമുക്ക് ഒരു ഒറ്റനില വീടാണ്. 4 ബെഡ്റൂം വരുന്ന നല്ല മനോഹരമായിട്ടുള്ള 8.5 സെൻറ്റിൽ 1400 സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച നല്ല മനോഹരമായിട്ടൊരു വീടാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഫ്രണ്ടേജ് ആയാലും വീടിനകത്തായാലും നമുക്ക് സ്പേസ് ഒക്കെ ഉള്ളത്. മെയിൻ റോഡിൽ നിന്ന് ഒരു 400 മീറ്റർ മാത്രം മാറി വരുന്ന ഒരു മനോഹരമായൊരു വീട്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് നമുക്ക് വരുന്നത് 85 ലക്ഷമാണ്. അത് തികച്ചും നെഗോഷ്യബിൾ ആണ്. അപ്പോൾ വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിലോ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ അതുപോലെ ഒറ്റ നല്ല വീട് 8.5 സെൻറ്റ് ലാൻഡിൽ 1400 സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ചത് നമുക്ക് 85 നമുക്ക് ആസ്കിങ് വരുന്നത്. 85 lakhs ആണ്. അതൊക്കെ നെഗോഷ്യബിൾ തന്നെയാണ്. അപ്പം വീടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.